മുറപ്പെണ്ണെ. സഞ്ജുവിന്റെ നേറ്റിയുള്ള വിളിയിൽ അഭി തല ഉയർത്തി നോക്കി. അവന്റെ ക്യാബിൻ തുറന്ന് സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന്. ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ജീൻസുമാണ് വേഷം. തോളിനൊപ്പം മുടി വെട്ടിയിരിക്കുന്ന സഞ്ജു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അവളെ കണ്ടതും അഭി തന്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു. കണ്ടോ സഞ്ജു, ബിസിനസ് കിങ് അഭിറാം വർമ്മ സ്വീകരിക്കാൻ നേരിട്ട് വന്നു. ഇതാണ് പോലീസ് തൊപ്പിയുടെ പവർ. എന്തു ചെയ്യാൻ, നിനക്കൊരു പോലീസ് ലുക്കില്ലേലും ഒരു കമ്മീഷണർ അല്ലേ, ആ ഒരു ബഹുമാനം. തന്നെ സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ച് അവളെ ചേർത്തു നിർത്തി അഭി പറഞ്ഞു. ലുക്കില്ലെന്ന് ആര് പറഞ്ഞടാ? പോലീസ് യൂണിഫോം ഇട്ടാലേ വിജയശാന്തി പോലെ ഉണ്ടെന്നാണ് എൻ്റെ സിദ്ധു പറയുന്നത്. ഈശ്വര, അപ്പോൾ എൻ്റെ കണ്ണ് ശരിയല്ല, ഇനി മാറ്റിവെക്കേണ്ടി വരുമോ? ദേ സഞ്ജു, പോലീസ് ഭാഷയിൽ തെറി കേൾക്കരുത്, പിന്നെ നിന്റെ കണ്ണു പൊട്ടും. അതൊക്കെ പോട്ടെ അഭി, എങ്ങനെ പോകുന്നു ഫാമിലി ലൈഫൊക്കെ? അവനെന്താ മൃദു, അവനിപ്പോൾ മുടിഞ്ഞ റൊമാൻസ് അല്ലേ, ബാക്കിയുള്ളവർ ദേ ഇങ്ങനെ തീർക്കുന്നു സിംഗിൾ ലൈഫ്. അയ്യോ അഭി, അത് ശരിയാ, ഇവനെ ഒന്ന് സെറ്റാക്കണ്ടേ? ആമി ഡിഗ്രി കഴിഞ്ഞില്ലേ? അയ്യോ നീ അറിഞ്ഞില്ലേ, അവൻ്റെ പെങ്ങൾ അഭിരാമി മുട്ടിൽ നീന്തി തുടങ്ങി, ഇനി വളർന്നു വലുതായി വരണം. ഒരു ദിവസം നീ നോക്കിക്കോ മൃദു, ഇവനിങ്ങനെ ബലം പിടിച്ചാലേ അവളെ കളഞ്ഞു ഞാൻ വേറെ കെട്ടും. എങ്കിൽ ഇവനെ ഞാൻ തട്ടും. നീ എനിക്ക് വേണ്ടി ഒരു വിലങ്ങെടുത്ത് വെച്ചോ. എങ്കിലും നീ കെട്ടിച്ചു തരരുത്. എന്ത് കുഞ്ഞു, ഈ പറയുന്ന നിന്റെ ഭാര്യ 22 വയസ്സല്ലേ ഉള്ളൂ. അയ്യോ, നിങ്ങൾ അളിയനും അളിയനും തല്ലിച്ചാകുന്ന കാണാനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? അല്ല മൃദു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നീ ഇരിക്ക്. തൻ്റെ മുന്നിലെ ചെയറിലിരുന്ന് അഭി പറഞ്ഞു കേട്ട് മൃദുല അഭിയെ വിശ്വാസം വരാതെ നോക്കി, ഒപ്പം സഞ്ജുവിനെയും. സോറി മിസ്റ്റർ അഭിറാം വർമ്മ, നിയമം കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാവൽക്കാരിയാണ് ഞാൻ. നിയമം കയ്യിലെടുക്കാനുള്ളൊരു അവകാശവും നിനക്കില്ല മൃദു. ഞാൻ മൃദു അല്ല, മൃദുല സിദ്ധാർത്ഥ IPS. നീ എന്ത് പറഞ്ഞാലും മിനിമം 2-3 വർഷം അകത്തു കിടക്കാനുള്ള വകുപ്പ് നിന്റെ തലയിലുണ്ട്. അറ്റംപ്റ്റ് ടു അണ്ടർ IPC സെക്ഷൻ 307, പിന്നെ കിഡ്നാപ്പിംഗ് IPC സെക്ഷൻ 359. സോറി അഭിറാം, എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. മൃദു, അഭി അവൻ തെറ്റൊന്നും. സഞ്ജു ഒന്നും പറയണ്ട, നീ അറിയാതെയൊന്നുമല്ല. അപ്പോൾ നിനക്കും വേണേൽ അവൻ്റെ ഒപ്പം കിടക്കാം. എന്താ അഭിറാം, ശരിയല്ലേ? മൃദുല സിദ്ധാർത്ഥ IPS, നിനക്ക് വേണേൽ എന്നെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ എന്ത് തെളിവാണ് നിന്റെ കയ്യിൽ? ഞാൻ എൻ്റെ വാ തുറന്ന് പറഞ്ഞു, അത്രമാത്രം. പിന്നെ ഇതിൻ്റെ എല്ലാം ഒരേ ഒരു സാക്ഷി ഈ നിൽക്കുന്ന സഞ്ജീവ് മഹാദേവനാണ്. നിനക്കറിയാം, തല പോയാലും അവനെ ഒറ്റില്ല. പിന്നെ ജാമ്യം കിട്ടാത്തൊരു വകുപ്പ് ഞാൻ ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിൽ ബിസിനസ് ചുറ്റും ശത്രുക്കളാണ്. ആരെങ്കിലും എനിക്ക് തരുന്നൊരു പണി കോടതിയിൽ വരുമ്പോൾ കേസ് അങ്ങനെയാവാം. എൻ്റെ ഇത്രയും തല്ലുകൊണ്ട അവർ പോലും കോടതിയിൽ എന്നെ അറിയില്ല എന്ന് പറയും. നിനക്ക് സംശയമുണ്ടോ? നീ സമർത്ഥനാണ് അഭിറാം, പക്ഷേ നിയമം അതിനൊരു സത്യമുണ്ട്. എന്ത് സത്യം? ഞാൻ പിടിച്ചു വെച്ച 3 പേരും ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനോടോ യുദ്ധം ചെയ്യാൻ പോയ ധീര ജവാന്മാരല്ല. ഒരു നിമിഷം മൃദുല സിദ്ധാർത്ഥ IPS എന്ന പദവി മാറ്റി നിർത്തി ഹൃദയ സിദ്ധാർത്ഥിൻ്റെ അമ്മ മാത്രമായി ചിന്തിക്കൂ. തെറ്റ് ചെയ്ത നിനക്ക് ഒത്തിരി ന്യായം കാണും, അതൊന്നും എനിക്ക് കേൾക്കണ്ട. പിന്നെ നീ പറഞ്ഞ പോലെ ഒരു തെളിവും എൻ്റെ കയ്യിലില്ല. ഇവനൊട്ട് വാത്തുറക്കുകയുമില്ല. പക്ഷേ എൻ്റെ ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി മുതൽ നിന്റെ പുറകിലാണ് ഞാൻ. അഭിറാം വർമ്മ, നീ കരുതിയിരുന്നോ? അത് പറഞ്ഞ് പുറത്തേക്ക് പോയ മൃദുല സഞ്ജുവും അഭിയും നോക്കി നിന്നു. എന്തിനാ അഭി, നിന്റെ കുഴി നീ സ്വയം തോണ്ടിയത്? അവള് പഴയ മൃദുവല്ല, ഇനി എന്താ ചെയ്യുക? എന്തു ചെയ്യാൻ, വരുന്നിടത്ത് വെച്ച് കാണാം. ഡാ അഭി. വിളി കേട്ട് നോക്കിയതും തൊട്ടു മുന്നിൽ മൃദുല. നീ ഇപ്പോൾ മാസ ഡയലോഗ് അടിച്ച് പോയതല്ലേ? അത് നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ. നീ പേടിച്ചോ? പിന്നെ നന്നായി പേടിച്ചു. എനിക്കറിയില്ല നിന്നെ. അതൊക്കെ പോട്ടെ, എനിക്ക് അവരെ ഒന്ന് കാണാൻ പറ്റുമോ? എൻ്റെ മൃദു, ഈ കാലൻ കൈവച്ചൊരു പരുവമാക്കിട്ടേക്കുവാ. ഇനി നീ കൂടി കൈവച്ചാൽ തീർന്നു, പിന്നെ കുഴി കുത്തി മൂടിയാൽ മതി. ചാവുന്ന ചാകട്ടെ സഞ്ജു, ഇവനൊക്കെ ഭൂമിക്ക് ഭാരമായി എന്തിനാ? ഈ സമയത്തെങ്ങാനുമായിരുന്നു ഈ കേസെങ്കിൽ അവനെയൊക്കെ ഞാൻ. ബാക്കി പറയാതെ മൃദു അവളുടെ കൈ ചുരുട്ടി. രണ്ടും കൊള്ളാം, നിനക്ക് പറ്റിയത് പാവമായ സിദ്ധു അളിയനല്ല, ഇവനെ പോലെ ഒന്നാ. അതിനെ ഇവന് നമ്മളെ പിടിക്കുവോ? പെണ്ണെന്ന് പറഞ്ഞ മുട്ടോളം മുടി വേണമെന്നല്ലേ അഭിറാം വർമ്മയുടെ സൗന്ദര്യ സങ്കല്പം? ഭാഗ്യലക്ഷ്മിയെ പോലെ ഒന്നിനെ തന്നെ കിട്ടിയില്ലേ? അല്ല, നീ എന്ത് ചെയ്തേനെ അഭി? ഒന്നും ചെയ്യാനില്ല, ഒരു ക്രോണിക് ബാച്ചിലറായി തീർത്തേനെ ജീവിതം. അത് വിടും മൃദു, എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യണം. പിന്നെ പറാബി, എന്താ വേണ്ടത്? എങ്കിൽ വാ, ഇരിക്ക്. ഹലോ മിസ്സസ് ലക്ഷ്മി അഭിറാം. അതെ, ആരാ? ഞാൻ നിന്റെ കാലൻ.
കാലനോ പുള്ളിയാണെന്ന് പറഞ്ഞറിഞ്ഞത്. ഇതുപോലെ വൃത്തികെട്ട പെണ്ണിൻ്റെ ശബ്ദം. ആരാണെന്ന് വെച്ച വേഗം കാര്യം പറ. എന്താണ് വേണ്ടത്? വേണ്ടത് അഭിരാം വർമ്മയെ. എന്താ നീ തരുവോ? പിന്നെ തരാം. എത്ര കിലോ വേണം? നീ അങ്ങ് വലിയ ആളാവാതെ ഒത്തിരി കാലം നീ അവൻ്റെ ഭാര്യ പദവി അലങ്കരിക്കില്ല. പറയുന്നത് സൂര്യചന്ദ്രനാണ്. ആ നീയായിരുന്നോ? നീ ചത്തില്ല? നിന്നെ ആരോ തല്ലിക്കൊന്നെന്ന് കേട്ടത്. മോളി അഭിരാം വർമ്മ കൂടെയുണ്ടെന്ന് കരുതി നീ ഒത്തിരി അങ്ങ് തള്ളിമറിക്കാതെ. ഞാനന്ന് നിന്നോട് പറഞ്ഞില്ലേ വെട്ടാ നിർത്തിയ ഒരു പോത്താണതെന്ന്. എനിക്ക് അവനോടുള്ള അടങ്ങാത്ത മോഹം കൊണ്ടാ അവനെപ്പോഴും ജീവനോടെ ഉള്ളത്. എന്തു ചെയ്യാൻ? ഒത്തിരി മോഹിച്ചു പോയ മുതലിനെ. ആ ഒറ്റ കാര്യത്തിലാണ് എനിക്ക് നിന്നോട് അസൂയ. നിന്റെ തലയിൽ വരച്ച ആ കോലുകൊണ്ട് എൻ്റെ എങ്ങും വരക്കാൻ ദൈവത്തിന് തോന്നിയില്ല. ദേ സൂര്യ, എൻ്റെ ഭർത്താവിനെ പറ്റിയാണ് നീ ഇങ്ങനെ പറയുന്നത്. പിന്നെ പോത്ത് നിന്റെ അച്ഛൻ രാമചന്ദ്രൻ. അന്ന് നീ അഭിയേട്ടനെ പറ്റി ഒത്തിരി പറഞ്ഞു. ഞാൻ കേട്ടു നിന്നു. അഭിരാം വർമ്മ എന്ന് എനിക്ക് ആരോടൊരാളാണ്. അപ്പോൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. എൻ്റെ ജീവനാണ് അഭിയേട്ടൻ. മോളെ സൂര്യ, തറയായാൽ വെറും തറയാണ് ലക്ഷ്മി. അതേടി, നീ തറയാണ്, വെറും തറ. ബുദ്ധിയുണ്ടെങ്കിൽ സ്വയം ചിന്തിച്ചു നോക്ക്. അഭിരാമിനെ പോലൊരാളുടെ ഭാര്യയാവാൻ നിനക്ക് അർഹതയുണ്ടോ എന്ന്. നിന്നെ ഒരാളെ കെട്ടിയത് കൊണ്ട് അവന് നഷ്ടം മാത്രമാണ്. ഇല്ല, ഒരർഹതയുമില്ല. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നീ വലിയ പുള്ളിയല്ലേ അഭിരാം വർമ്മ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പദവി നിനക്ക് നന്നായി ചേർന്നേനെ. പക്ഷെ എന്താ നടക്കാതെ പോയത്? 4-5 വർഷമായില്ലേ? നിർത്തിപ്പോടി. നോണയില്ലല്ലോ ഒരാണിൻ്റെ പുറകെ ഇങ്ങനെ. നിന്റെ സംസാരത്തിൽ നല്ല പുച്ഛമുണ്ട്. നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ നോക്കിക്കോ. നീ ഒരു കാര്യം ചെയ്യ സൂര്യ, രാത്രിയാവുമ്പോൾ ഇങ്ങോട്ട് പോര്. എന്നിട്ട് എൻ്റെയും അഭയേട്ടൻ്റെയും നടുക്ക് കിടന്നു. നിനക്ക് കുറേ സമാധാനം ആവട്ടെ. പിന്നെ സത്യം പറയാലോ, എനിക്ക് കുറച്ച് റെസ്റ്റും കിട്ടും. ആ മനുഷ്യനെ കൊണ്ട് ഞാൻ അത്ര പൊറുതിമുട്ടിയാണ് ഇരിക്കുന്നത്. വെച്ചിട്ട് പോടി മനുഷ്യനെ മെനക്കെടുത്താൻ. ഫോൺ വെച്ചതും സൂര്യ ദേഷ്യത്തിൽ അവളുടെ ഫോൺ നിലത്തെറിഞ്ഞു. നിൻ്റെയും അവൻ്റെയും നടുക്കല്ല, നിൻ്റെ സ്ഥാനമാണ് എനിക്ക് വേണ്ടത്. ഇനി എനിക്കത് കിട്ടിയില്ല എങ്കിലും നിന്നെ ഒത്തിരി കാലം ഞാൻ അവൻ്റെ ഒപ്പം ജീവിക്കാൻ സമ്മതിക്കില്ല. പകയിൽ അവളുടെ കണ്ണുകൾ എരിഞ്ഞു. ഫോൺ ടേബിളിൽ വെച്ച് ദേഷ്യത്തിൽ ലക്ഷ്മി ബെഡിലിരുന്നു. അഭിയേട്ടനെ പറ്റി എന്തൊക്കെയാണ് അവൾ പറഞ്ഞത്? സൂര്യ, അവളുടെ കണ്ണ് ഞാൻ കുത്തിയെടുക്കും. അവൾക്കറിയില്ല എൻ്റെ സ്വഭാവം. എനിക്കിഷ്ടമുള്ളതിനെ വേറൊരാൾ നോക്കുന്നത് എനിക്ക് സഹിക്കില്ല. ആ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളിനെ മൊത്തത്തിൽ കിട്ടാൻ വേണ്ടി തപസ് ചെയ്ത് നടക്കുന്നു. സൂര്യ, അവൾക്ക് എങ്ങനെയാ ഒരു പണി കൊടുക്കുക? എന്താ ലച്ചൊരു ആലോചന? അമ്മുവിൻ്റെ ചോദ്യം കേട്ട് ലക്ഷ്മി തല ഉയർത്തി. എൻ്റെ അമ്മു ഒരു തടാക. അവളിൽ നിന്ന് എൻ്റെ കെട്ടിയോനെ ഒന്ന് രക്ഷിക്കണം. അതാ ചിന്തിക്കുന്നേ. ആരാ ആള്? അയ്യോ, നിൻ്റെ അപ്പുവിൻ്റെ ഫ്രണ്ട് സൂര്യ രാമചന്ദ്രൻ. അവൾക്ക് അഭിയേട്ടനോട് മുടിഞ്ഞ പ്രേമം കുറേയായി തുടങ്ങിയിട്ട്. എൻ്റെ ഭാഗ്യം പുള്ളിക്കാരോടും തോന്നിയില്ല. ഇപ്പോൾ അവൾ ഫോൺ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. നീ ഒന്ന് ഓർക്ക്, എൻ്റെ സ്വന്തം കെട്ടിയവൻ പുള്ളിയെ സ്നേഹിക്കുന്ന കാര്യം എന്നോട് പറയാൻ പാടുണ്ടോ? ലക്ഷ്മിയുടെ മട്ടും ഭാവവും കണ്ട അമ്മുവിന് ചിരി വന്നു. നിനക്ക് ടെൻഷനുണ്ടോ? എന്തിനമ്മോ? അല്ല, അഭിയേട്ടനെ ആ കുട്ടി ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട്. ടെൻഷനല്ല, ദേഷ്യമാണ്. നിനക്കറിയില്ല എൻ്റെ സ്വഭാവം. പിന്നെ അറിയില്ലേ ഇപ്പം എന്താ നിൻ്റെ മനസ്സിലെന്ന് ഞാൻ പറയട്ടെ. എന്താണെന്നറിയാൻ ലക്ഷ്മി തല ഉയർത്തി നോക്കി. ആ പെണ്ണിനെ കൊല്ലുപോലെച്ചു. ചാൻസ് ഇല്ലാതില്ല. എൻ്റെ അത്രയും പ്രിയപ്പെട്ടതാണ് അവൾക്ക് നോട്ടം. അപ്പം ശരി, നീ ഇരുന്ന് ആലോചിക്ക്. ഞാൻ പോകുന്നു. ഞാൻ കിടന്ന് ആലോചിക്കാം. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗന്ധവും ആ നെഞ്ചിലെ ചൂടും തന്നെ വരിഞ്ഞു മുറുക്കുന്നു അറിഞ്ഞ് ലക്ഷ്മി കണ്ണു തുറന്നു. അഭി തൻ്റെ ഒപ്പം ചേർന്ന് കിടന്നു. തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അഭിയേട്ടനെപ്പോൾ വന്നു? ഞാൻ എപ്പോഴേ വന്നു. പൂമുഖവാതിൽക്കൽ. ആ പാട്ട് ഞാൻ മനസ്സിലോർത്തി കാറിൽ നിന്ന് ഇറങ്ങിയത്. പൂമുഖവാതിൽക്കൽ പോയിട്ട് അകത്ത് പോലും ഭാര്യയെ കണ്ടില്ല. ഇവിടെ വന്നപ്പോൾ മുടിഞ്ഞ ഉറക്കം. നിന്റെ സ്വഭാവമല്ല എൻ്റെ. ഞാൻ ഉറങ്ങുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന കൂട്ടത്തിലല്ല. എങ്കിൽ ഞാൻ കോഫി എടുക്കാം. പിന്നെ കോഫി അതൊക്കെ കുടിച്ചിട്ട് മണിക്കൂറായി. അത്ര നേരമായോ വന്നിട്ട്? ആ, കുറച്ച് നേരമായി. എങ്കിൽ മാറ്, ഞാൻ എഴുന്നേൽക്കട്ടെ. നിനക്കെന്താ ഇത്ര ധൃതി? അവിടെ കിടക്ക്. ആ സൂര്യ, അവളെ ഇഷ്ടമായിരുന്നു അഭിയേട്ടന്? അയ്യ, നല്ല ചോദ്യം. കേസ്, കോടതി, ഇതിൻ്റെ ഒന്ന് പുറകെ പോവാൻ വയ്യ. അല്ലേ എന്നെ എൻ്റെ കൈകൊണ്ട് അവൾ ചത്തേനെ. എന്താ ഇപ്പോൾ? ഇന്ന് എന്നെ വിളിച്ചു. എന്തിന്? അവൾക്ക് അഭിരാം വർമ്മയെ വേണം, അത് കൊടുക്കാൻ. നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്കതിനെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല, വേണമെങ്കിൽ വന്നെടുക്കാൻ. ഓഹോ, അപ്പം നിനക്കെന്നെ വേണ്ട? വേണ്ട.
അപ്പോൾ ശരി, പിന്നെ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു എന്തിനാ? ആ സൂര്യ ഇപ്പം എവിടെയാണോ ഒന്ന് വിളിച്ചു നോക്കാം. ദേ മനുഷ്യ, ഇവിടെ നിന്ന് എണീറ്റാലേ നിങ്ങളുടെ കാല് ഞാൻ തല്ലിയൊടിക്കും. അബിയേട്ട, അവൾക്കൊരു പണി കൊടുക്കണ്ടേ? പിന്നെ വേണം ഒരു മുട്ടൻ പണി. അണിയറേ പ്ലാനിങ് നടക്കുന്നുണ്ട്, നീ വെയിറ്റ് ചെയ്യണ്ട ലച്ചു. ഇപ്പം നീ എനിക്കൊരു ഉമ്മതാ. പിന്നെ ഉമ്മ, അവൾക്ക് പണി കൊടുക്കാതെ എൻ്റെ ദേഹത്ത് തൊട്ടു പോവരുത്. എടി, അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? അതൊന്നും എനിക്കറിയണ്ട. എന്നെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അതിന് അവൾക്കൊരു പണി കൊടുക്കണം. എൻ്റെ പ്രണയം ഒന്ന് വേര് പിടിച്ചു വന്നതാ. അപ്പോൾ തന്നെ എൻ്റെ ലച്ചു, അതിൻ്റെ ചോട്ടിൽ നീ ചൂടുവെള്ളം ഒഴിക്കരുത് പ്ലീസ്. അങ്ങോട്ട് മാറ്, ഞാൻ എണീക്കട്ടെ. അത് പറഞ്ഞെഴുന്നേറ്റ് പോയി ലക്ഷ്മി അഭിദയനീയമായി നോക്കി. രാഹുലായിരുന്നു നേരത്തെ പ്രോബ്ലം. അതിനെ ഞാൻ കെട്ടിപ്പിടിച്ച് ഒതുക്കി തീർത്തു. ഈ സൂര്യയാണെങ്കിൽ കെട്ടിപ്പിടിക്കേണ്ട, ഒന്ന് സ്നേഹത്തിൽ നോക്കിയെങ്കിലും പോയ എൻ്റെ തലയിലാവും. എന്നെ പോലൊരു ഗതികെട്ടവൻ വേറെ ആരും കാണില്ല. ഡാഡി. അബിയുടെ വിളിയിൽ ഗിരിധ നോക്കിക്കൊണ്ടിരുന്ന ഫയലിൽ നിന്നും കണ്ണെടുത്തു. എന്താ അബി? ഞാൻ ഡാഡിയോടൊരു കാര്യം. എന്താ ചെയ്യുന്നേ? നീ ഇപ്പോൾ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന ഫയലിൽ നിന്ന് നോക്കി. അയ്യോ, ഞാൻ നോക്കിക്കോളാം. ഡാഡി അവിടെ വെച്ചേക്ക്. നീ നോക്കിയാലും ഞാൻ നോക്കിയാലും എന്താ? അത്രയും നിന്റെ തല ഫ്രീ ആവട്ടെ. നീ എന്താ പറയാൻ വന്നത്? നീ ഇരിക്ക്. തൻ്റെ ഒപ്പം ബെഡിലിരുന്ന അബിയെ അയാൾ വാത്സല്യത്തോടെ നോക്കി. അത് ഡാഡി, ആമയുടെ ഡിഗ്രി 2 മാസം കൂടി കാണൂ ഇനി അവളുടെ. ഓർമ്മയുണ്ട് അബി, ജന്മം കൊണ്ട് ഞാനും കർമ്മം കൊണ്ട് നീയുമല്ലേ അവളുടെ അച്ഛൻ. എന്നോടൊരാൾ പ്രപ്പോസൽ വെച്ചു ആമയ്ക്ക് കുറച്ച് ദിവസം മുന്നേ. നിന്നോട് ചോദിച്ചില്ല എങ്കിലും ഞാൻ ഓക്കെ പറഞ്ഞു. ഞെട്ടിത്തെറിച്ച അബി ഗിരിധരനെ നോക്കി. നീ എന്താ ഇങ്ങനെ നോക്കാൻ? എന്നായാലും കല്യാണം വേണം. നമുക്ക് ആമി കുഞ്ഞാവും. പക്ഷേ 20 വയസ്സ് കല്യാണപ്രായമാണ് പെൺകുട്ടിക്ക്. നീ എന്ത് പറയുന്നു? അത് ഞാൻ ആമയുടെ കല്യാണം സഞ്ജുവിൻ്റെ ഒപ്പം. അവർ തമ്മിൽ ഇഷ്ടമാണ് ഡാഡി. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ദേവനോട് വാക്ക് പറഞ്ഞു, ഇനി മാറ്റാനാവില്ല. നീ കൊടുത്ത വാക്കങ്ങ് മാറ്റ്. അത് കേട്ടതും സന്തോഷത്തോടെ അബി അവൻ്റെ തല ഉയർത്തി ഗിരിധരനെ നോക്കി. ഡാഡി സഞ്ജുവിൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാനങ്ങ് പേടിച്ചു പോയി. മഹാദേവൻ തമ്പിക്കും സുഭദ്രദേവനും ഒറ്റ മകനേ ഉള്ളൂ, സഞ്ജീവ് മഹാദേവൻ. അവൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ ഒരു കാര്യം മറന്നു അബി. നീയും സഞ്ജുവും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഞാനും ദേവനും. സഞ്ജു അവൻ കൊള്ളാം, എല്ലാം കൊണ്ടും ആകെ ഉണ്ടായിരുന്നത് ഇത്തിരി മടിയാണ്. അതിപ്പോൾ മാറി. ദേവനെ പേടിച്ചല്ല, നിന്നെ പേടിച്ച് ഓഫീസിൽ പോയി തുടങ്ങി. എന്നെ പേടിച്ചോ? ഞാൻ അവനോടൊന്നും പറഞ്ഞില്ല. നീയല്ല, ദേവനാ പറഞ്ഞേ. ഓഫീസിൽ വന്ന് തുടങ്ങിയില്ലെങ്കിൽ നിന്റെ ഓഫീസിൽ ജോലിക്ക് പോവാൻ. അതിലും ഭേദം മോനെ അബി അവൻ ട്രെയിനിന് തലവെക്കുന്നതെന്നല്ലേ. എന്താ ഡാഡി, ഞാൻ അത്ര ദുഷ്ടനാണോ? അതല്ല, നിന്റെ സ്വഭാവം അവനറിയില്ലേ. ഓഫീസ് ബിസിനസ്, അതിലുള്ള കൃത്യനിഷ്ഠത. അപ്പം നിന്റെ മുന്നിൽ വന്ന് അവന് ഉഴപ്പ് കാണിക്കാൻ പറ്റുമോ? അതൊക്കെ പോട്ടെ, നിങ്ങൾ രണ്ടാളും എങ്ങോട്ട് യാത്ര പോകുന്നില്ല? ഐ മീൻ ഹണിമൂൺ പോലെ. 1 മാസം വേണേ ഞാൻ നോക്കാം ബിസിനസ്. നിന്റെ അത്ര പെർഫെക്റ്റ് ആവില്ല എങ്കിലും നീ പോയിട്ട് വാ. എന്തോ ലോട്ടറി അടിച്ച പോലെ അബിയുടെ മുഖം തെളിഞ്ഞു. ഈശ്വര, 1 മാസം ഞാൻ തകർക്കും. എന്താ അബി ആലോചിക്കുന്നത്? അത് ഞാൻ എവിടെ പോകണമെന്നാ ചിന്തിച്ചേ. അത് നീ ഒറ്റയ്ക്ക് തീരുമാനിച്ച് പറയേണ്ട കാര്യമാണോ? മോളുടെ അടുത്തേക്ക് ചോദിക്ക്. എനിക്ക് തോന്നുന്നത് സ്റ്റേജാണ് നല്ലത് എന്ന്. അതാവുമ്പോൾ നിനക്കൊത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അയ്യോ ക്രിസ്റ്റി, വേണ്ട. അമേരിക്കൻ മണ്ണിൽ തീരുമെൻ്റെ ജീവിതം. അത് വേണ്ട ഡാഡി, വേറെ എവിടെയെങ്കിലും നോക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എങ്കിൽ സഞ്ജുവിനെ വിളിച്ചു പറ ഈ കടുവ കല്യാണത്തിന് സമ്മതിച്ചു എന്ന്. ശരി ഡാഡി. മോന് സഞ്ജീവ് മഹാദേവ, ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. അത് കേട്ടെന്ന് തുള്ളിച്ചാടും. പറബി, അങ്കിൾ എന്ത് പറഞ്ഞു? നീ ഇന്ന് ചോദിക്കാമെന്നല്ലേ പറഞ്ഞത്. എന്നാണ് ഞങ്ങളുടെ മാരേജ്? മാരേജ് ആരുടെ? ഞാൻ ഞങ്ങളുടെ ഹണിമൂൺ പോകുന്ന കാര്യം പറഞ്ഞത്. എങ്കിലും എവിടെ പോകണം സഞ്ജു? മലേഷ്യ, പാരീസ്, ലണ്ടൻ. 1 മാസം ഞാൻ തകർക്കും. ഊളംപാറ പറ്റിയ സ്ഥലം അതാണ്. നിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. ഇതിത്തിരി കൂടുതലാണെടാ പന്ന മോനെ. നീ എന്ത് പറഞ്ഞാ പിരിഞ്ഞത്? ഇന്നൊരു തീരുമാനം പറയാമെന്നല്ലേ? എൻ്റെ പൊന്നു സഞ്ജു, ഇങ്ങനെ തെറി വിളിക്കരുത്. കൊടുങ്ങല്ലൂർ പോലും ഇങ്ങനെ വിളിക്കില്ല. എൻ്റെ സന്തോഷം നിന്നോട് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്. എൻ്റെ അബി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ കടുവയോട് പറ ഒന്ന് കെട്ടിച്ചു തരാൻ. സോറി സഞ്ജു, ആമയുടെ കല്യാണം ഡാഡി വേറെ ഉറപ്പിച്ചു, വാക്കും കൊടുത്തു. എപ്പോ? ആരോട് ചോദിച്ചിട്ട്? എൻ്റെ പെണ്ണിനെ കല്യാണം ഞാൻ അറിയാതെ. അബി, തമാശ കളിക്കല്ലേ. തമാശയല്ല, സത്യം. ഡാഡി അത് ഉറപ്പിച്ചു. ഞാനിപ്പോൾ അറിഞ്ഞി. എനിക്കൊന്നും പറയാൻ പറ്റില്ല സഞ്ജു. അച്ഛനേക്കാൾ വലുതല്ല ആങ്ങള. സോറി സഞ്ജു, നീ ക്ഷമിക്ക്.
അത് പറഞ്ഞപ്പോൾ നിനക്ക് തീർന്നു. ഞാൻ ആരായി? ഇപ്പം എല്ലാവർക്കും എല്ലാവരുടെയും കാര്യം. ഇത്ര വലിയ സംഭവം നടന്നിട്ടും നിനക്ക് ഹണിമൂൺ പോവാനല്ലേ തിടുക്കം? സഞ്ജു, ഞാനൊന്ന് പറയട്ടെ? വേണ്ട, നീ പോലും എന്നെ. അതൊക്കെ പോട്ടെ, ആമി അറിഞ്ഞു? ഇല്ല. ഭാഗ്യം, അവളെങ്കിലും കൂടെ ഉണ്ടല്ലോ. ഞാൻ വെക്കുക, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല ബി. ഫോൺ വെച്ചതും സഞ്ജുവിൻ്റെ ഫോൺ താഴെ പൊട്ടിച്ചിതറി. ആകെ വട്ടുപിടിച്ച അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ സഞ്ജു മുറിയിൽ നടന്നു. ലച്ചു, എന്താ ബിയേട്ടാ? ഒന്ന് വാ, നമുക്കൊന്ന് സഞ്ജുവിനെ കണ്ടിട്ട് വരാം. കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അബിയെ നോക്കി ലക്ഷ്മി എന്തു പറ്റിയെന്നറിയാതെ നിന്നു. ലക്ഷ്മി, ഒന്ന് വാ. ദേഷ്യത്തിലുള്ള അബിയുടെ വിളിയിൽ അവളൊപ്പം ചെന്നു. സഞ്ജുവേട്ടാ എന്ന അമ്മയുടെ വിളി മാത്രം തനിക്ക് ചുറ്റുമുള്ളതുപോലെ സഞ്ജുവിന് തോന്നി. കുട്ടി ഉടുപ്പിട്ട് നടന്ന കൊച്ചു ആമിയിൽ നിന്ന് ഈ നിമിഷം വരെ ഉള്ള അവളുടെ വളർച്ച അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു. അബി പറഞ്ഞാൽ തന്നെ മാറ്റി നിർത്താൻ അവൾക്ക് സാധിക്കും. പക്ഷേ തനിക്ക് അവളില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. ഓരോ നിമിഷവും മനഃപൂർവ്വം അവൾ അകറ്റി നിർത്തുമ്പോൾ പോലും എന്നെങ്കിലും ഒരിക്കലും തൻ്റെയാവുമെന്ന ആ പ്രതീക്ഷയാണ് ഇന്ന് അസ്തമിച്ചത്. അഭിരാമി ഇല്ലെങ്കിൽ സഞ്ജീവില്ല. എല്ലാം അറിയുന്ന അബി പോലും സഞ്ജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്ന അബിയെയും ലക്ഷ്മിയെയും കണ്ട് ദേവനും സുഭദ്രയും അമ്പതിരുന്നു. അങ്കിൾ, സഞ്ജു എവിടെ? മുകളിൽ മുറിയിൽ കാണും. എന്താ അബി ഈ സമയത്ത്? രണ്ടും കൂടെ പിണങ്ങിയാ? നിന്റെയൊക്കെ കാര്യം ഒന്ന് കെട്ടി മറ്റേത് കെട്ടാൻ പോകുന്നു, എന്നിട്ട് നിന്റെയൊക്കെ കുട്ടിക്കളി. ദേവൻ പറഞ്ഞത് മുഴുവനും കേൾക്കാതെ അബി മുകളിലേക്ക് പോയി. ഒപ്പം ലക്ഷ്മിയും. സഞ്ജുവിൻ്റെ റൂമിന് മുന്നിൽ ചെന്നപ്പോൾ ലോക്ക്. സഞ്ജു, ഡോറ് തുറക്ക്. ഡോറിലെ ഷർത്തിയിലുള്ള മുട്ട് കേട്ട് സഞ്ജു തൻ്റെ മുട്ടിൽ നിന്ന് മുഖം ഉയർത്തി. സഞ്ജു പ്ലീസ്, നീ ഡോറ് തുറക്ക്. എനിക്ക് നിന്നെ കാണണ്ട അബി, എന്നെ ഒന്ന് തനിയെ വിടൂ പ്ലീസ്. ഞാനൊന്ന് പറയട്ടെ സഞ്ജു, ആമയുടെ സഹോദരനായില്ല, നിന്റെ കൂട്ടുകാരനായിട്ട്. തുറക്ക് സഞ്ജു. അബിയുടെ കണ്ണ് നിറഞ്ഞതും ശബ്ദമിടറിയതും സഞ്ജു അറിഞ്ഞു. സഞ്ജു, നീ തുറക്കുവോ അതോ ഞാൻ ചവിട്ടി തുറക്കണോ? ഇനിയും തുറക്കാതിരുന്ന അവൻ ചവിട്ടി പൊളിക്കും. അവനെ കണ്ടില്ല എന്ന് നടിക്കാൻ തനിക്കാവില്ല. സഞ്ജു ഡോറ് തുറന്നതും മുന്നിൽ അബിയും ലക്ഷ്മിയും. സഞ്ജുവിൻ്റെ രൂപം കണ്ട് അബിക്ക് നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി. ലക്ഷ്മിയുടെ കണ്ണും അറിയാതെ നിറഞ്ഞു. ആദ്യമായാണ് ഇങ്ങനെ ഒരു രൂപത്തിൽ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ കാണണ്ട എന്ന്? പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് അബി? ദേഷ്യത്തിൽ തന്നോട് അത്രയും പറഞ്ഞ് സഞ്ജുവിനെ അബി നിറകണ്ണുകളോടെ നോക്കി. സഞ്ജു, ഞാൻ പറയട്ടെ? നീ ഒന്നും പറയണ്ട, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് മടുത്തു അബി നിന്റെ ലൈഫിലെ ഈ കോമാളി വേഷം. ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന അവസ്ഥ നീയും അനുഭവിച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്ന നിന്റെ പെണ്ണ് കൈവിട്ട് പോകുമെന്ന് കരുതി ആ സമയത്ത് കൂടെ നിന്നിട്ടുണ്ട്, നല്ലൊരു ഫ്രണ്ടായിട്ട്. വാക്കുകൾ കൊണ്ടും ശരീരം കൊണ്ടും ഒത്തിരി നോവിച്ചിട്ടും. സഞ്ജു, നിനക്കും എന്നെ എന്തു ചെയ്യാം? തല്ലണോ? തല്ലിക്കോ, ആരും തടയില്ല. ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ പോലും. എനിക്ക് നിന്നെ ഇപ്പോൾ എന്തു പറയാം ചെയ്യാം. പക്ഷെ അവിടെ തീരും 24 വർഷം കൊണ്ടുണ്ടാക്കിയ സുഹൃത്ത് ബന്ധം. എത്ര ആട്ടി അകറ്റിയാലും അതൊന്നും സാരമാക്കാതെ വലിഞ്ഞു കയറി വരാൻ സഞ്ജീവ് മഹാദേവനല്ല അഭിറാം വർമ്മ. എന്തിനാണ് അഭി ഒരു സീനുണ്ടാവുന്നത്? പ്ലീസ് നീ പോ. സഞ്ജു, നീ കാര്യം അറിയാതെ ഞാൻ നിന്നെ ഒന്ന് പറ്റിച്ചതല്ലേ? ഡാഡി എന്താണ് പറഞ്ഞതെന്ന് ഞാൻ പറയാം. അഭി, എൻ്റെ ഈ നിൽപ്പെനിക്ക് പോലും സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. 8 വർഷങ്ങൾ ഞാൻ കൊണ്ടു നടന്നതിൻ്റെ സ്വപ്നം ആണ് ഈ നിമിഷം തകർന്നടിഞ്ഞത്. ഞാനും ഒരു മനുഷ്യനാണ് അബി. ഞാൻ വെറും ഒരു മണ്ടനാണ്. സ്നേഹിക്കുന്ന പെണ്ണ് പോലും ഒപ്പം നിൽക്കാത്ത മണ്ടൻ. ഓരോ നിമിഷവും ഒന്നടുത്ത് നിന്നാൽ അല്ലെങ്കിൽ സ്നേഹത്തിൽ സംസാരിച്ച അവളുടെ പേടി അഭിയേട്ടൻ കണ്ടാലോ? അവൾക്ക് ചിന്ത എന്നെ പറ്റിയല്ല. മടുത്തു. അവളെ കൊണ്ടാവുന്ന അവഗണന അവളും തന്നിട്ടുണ്ട്. പ്രണയം, എന്തു പ്രണയം! ഓരോ നിമിഷവും ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ പേടി മാത്രമാണ് ആ കണ്ണിൽ. എൻ്റെ ഈ അവസ്ഥയ്ക്ക് നീ കൂടി കാരണമാണ്. നിനക്ക് ആമയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ലേ? അതോ ഇനി നീ കൂടി അറിഞ്ഞാണോ? സഞ്ജുവേട്ടാ. ലക്ഷ്മിയുടെ വിളികേട്ട് സഞ്ജു അവളെ നോക്കി. സഞ്ജുവേട്ടൻ കാര്യം അറിയാതെ? പ്ലീസ്, ഇനി നമുക്കിടയിൽ ഒരു സംസാരം വേണ്ട. ഒരിക്കലും കൂട്ടുകാരൻ്റെ ഭാര്യ അല്ലെങ്കിൽ അവൻ്റെ പെണ്ണ് എന്ന രീതിയിൽ കണ്ടിട്ടില്ല. സ്വന്തം പെങ്ങളായി തന്നെയാണ് കണ്ടത്, ഇപ്പോഴും കാണുന്നത്. പെങ്ങളായി മാത്രം അവളെയും കണ്ടിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥയുണ്ടാവില്ലായിരുന്നു. ആരെയും കുറ്റം പറയുന്നില്ല, ആമിയെ പോലും. അവളുടെ ഭാഗം ക്ലീനാണ്. കാരണം ഈ ഒരവസ്ഥ മുന്നിൽ കണ്ട് അവൾ സ്വയം എന്നിൽ നിന്ന് അകന്നു നിന്നു. സഞ്ജു, നിനക്ക് തോന്നുന്നോ ആമിക്ക് വേറൊരാളെ കെട്ടാൻ പറ്റുമെന്ന്? നീ എങ്ങനെയാണോ അവളെ മനസ്സിലാക്കിയത്? അബി, ലോകത്തൊരു പെണ്ണും അവളുടെ പ്രണയം ഉപേക്ഷിക്കുന്നത് അവൾക്ക് വേണ്ടി മാത്രമല്ല,
നിന്നെ പോലെയുള്ളവർക്ക് വേണ്ടിയാണ്. നിന്റെ പെങ്ങൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്, എന്നേക്കാൾ വലുത് നീയാണെന്ന്. എന്നെ ആർക്ക് മനസ്സിലാവില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പോലും. ഡാ ദുഷ്ട, സ്വന്തം മോൻ്റെ ഇഷ്ടം അവൻ പറയാതെ അറിഞ്ഞ് പെണ്ണിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും വാക്കും വാങ്ങി നിൽക്കുന്ന ആ മനുഷ്യനിത് കേട്ട അങ്ങേർക്ക് അറ്റാക്ക് വരും. നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? നിന്റെ അച്ഛൻ മഹാദേവൻ തമ്പിയുടെ. വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ അച്ഛനെ പറഞ്ഞ അബി, നിന്റെ തലയടിച്ച് പൊളിക്കും ഞാൻ. നിന്റെ അച്ഛനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ അച്ഛൻ ഗിരിധർ വർമ്മ മോളുടെ കല്യാണം മഹാദേവൻ തമ്പിയുടെ മോനുമായി ഉറപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞത് അതൊരു തെറ്റാണോ? പറ ലച്ചു, അതൊരു തെറ്റാണോ? ലക്ഷ്മിയെ നോക്കി ചിരിയോടെ അബി അത് പറഞ്ഞതും നിറകണ്ണുകളോടെ സഞ്ജു അബിയെ നോക്കി. സോറി അബി, ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ. ആമി എൻ്റെ കൈവിട്ടു പോയാ പിന്നെ എനിക്ക്. തന്നെ സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ച് സഞ്ജുവിനെ അതിലും സ്നേഹത്തിൽ അബി ചേർത്ത് പിടിച്ചു. എൻ്റെ സഞ്ജു, നിന്റെ കയ്യിലല്ലാതെ വേറെ ആരെയാണ് ഞാൻ അവളെ ഏൽപ്പിക്കുക? ഏത് നേരത്താ പറഞ്ഞത് നിന്റെ വഴക്ക് കേട്ട് ഞാൻ പോയാ പിന്നെ നിന്നെ പോലെ വലിഞ്ഞു കയറി വരില്ല എന്നോ? ഞാൻ പിന്നെ എവിടെ പോവും സഞ്ജു, നിന്റെ അടുത്തല്ലാതെ? സോറി അബി, എന്ത് പറഞ്ഞാലും സങ്കടം കൊണ്ട് പറഞ്ഞതാ. നീ പിടിയൊന്ന് അഴിക്ക്. ഇങ്ങനെ പിടിച്ചാലേ നിന്റെ പെങ്ങളെ കെട്ടാൻ ഞാൻ ഉണ്ടാവില്ല. സോറി സഞ്ജു. പിന്നെ നിന്റെ അച്ഛനോട് പറയണം, ഞാൻ ഹണിമൂൺ പോയിട്ട് വന്നിട്ട് ബാക്കി തീരുമാനിക്കാമെന്ന്. ഇടയിൽ പാര വെക്കരുത് പ്ലീസ്. പറ്റില്ല, എൻ്റെ കെട്ട് കഴിയാതെ നീ ഹണിമൂണ് പോവണ്ട. എൻ്റെ പൊന്നു സഞ്ജു, നീ 2 മാസം വെയിറ്റ് ചെയ്യ്, നമുക്ക് വഴിയുണ്ടാക്കാം. വേണ്ട മോനെ അബി, എൻ്റെയും ആമയുടെയും കല്യാണം കഴിഞ്ഞ് നീ ഹണിമൂണ് പോയാൽ മതി. നിനക്ക് ഞങ്ങളുടെ ഒപ്പം വരാനാണോ? നല്ല ഐഡിയ, നമുക്ക് 4 പേർക്കും കൂടി പോയി വരാം. നിൻ്റെ ഒപ്പം എൻ്റെ ഹണിമൂൺ. ഞാനെന്തിനാ എൻ്റെ കുഴി തോണ്ടുന്നേ? അതെന്താ സഞ്ജു അങ്ങനെ? നിന്റെ പെങ്ങൾക്ക് ഓവറായി സഹോദരൻ സ്നേഹമാണ്. നീ ഹണിമൂണ് പോണ സ്ഥലത്തെ 7 അയൽപക്കത്ത് ഞങ്ങൾ വരില്ല. കഴിഞ്ഞു രണ്ടും? ദേവച്ചൻ്റെ സൗണ്ട് കേട്ട് രണ്ടാളും അങ്ങോട്ട് നോക്കി.